നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മുൻ മിസ് വേൾഡ് റണ്ണറപ്പ്, മുൻ മിസ് ഇന്ത്യ, നടി, മോഡൽ, അങ്ങനെ വിവിധ രംഗങ്ങളിൽ തിളങ്ങുന്ന പാർവതി ഓമനക്കുട്ടനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. പാർവതിയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. കോളേജൊക്കെ പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിച്ച് കെട്ടിച്ച് വിട്ട് ഇവളൊരു അമ്മയായിട്ട് അമ്മൂമ്മയൊക്കെ ആയിട്ട് കാണണ്ട, അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയി ഇനി എന്താവോ അങ്ങനെയൊക്കെ പറഞ്ഞ അമ്മയുടെ മനസ്സിലുണ്ടാവില്ലേ? കാണും, തീർച്ചയായിട്ടും. വേണ്ടിയോ എവിടെ വെച്ചിട്ടാണ് ഒരു പക്ഷേ ഇതിലേക്ക് ഞാൻ പോകാം? പാർവതിയുടെ ആ തീരുമാനത്തോട് എപ്പോഴാണ് വീട്ടുകാർ യോജിച്ചത്? എനിക്ക് ചെറുപ്പം മുതലേ ഇതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ പറയുമ്പോൾ അച്ഛൻ പറയാ നീ കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞിട്ട് എന്നെ ഒരു കൊച്ചിന്റെ ഒരു മനസ്സിലുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതൊരു ജോക്കായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ ആക്റ്റീവായ സമയത്താണ് ഫാഷൻ ഷോസിലും ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസിലും ഞങ്ങൾ പ്രൈസ് വിൻ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് എല്ലാവരും എന്നോട് വന്ന് പറയും വൈ ഡോണ്ട് യു ഗോ ഫോർ മിസ് ഇന്ത്യ, പാർട്ടിസിപ്പേറ്റ് ഫോർ മിസ് ഇന്ത്യ. അപ്പം അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിലെ ആന്റിമാരും അവരെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുവായിരുന്നു. ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഒരു പേടിയെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് ഒരു അമ്മ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു, അവിടുന്ന് ബോംബെയിൽ വന്നു. സോ ഐ തിങ്ക് മേ ബി ഷീ ഓൾസോ ഹാഡ് ദാറ്റ് ഡ്രീം. എനിക്ക് നഷ്ടപ്പെട്ടത് ഇല്ലാത്ത പോയ ഒരു അവസരം മകൾക്കുണ്ടാകട്ടെ എന്നുള്ളത് അതും ഉണ്ടാകും. ബിക്കോസ് അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത്, പിന്നെ എൻ്റെ പിങ്കി ചേച്ചി. അപ്പം അവർ രണ്ടുപേരും കൂടിയാണ് അച്ഛനെ മനസ്സിലാക്കി കൊടുത്തത് എല്ലാ ഇൻഡസ്ട്രിയിലും നല്ല ആൾക്കാരും വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് ആർ ഡോട്ടർ. നമ്മൾക്ക് വേറെ ആൾക്കാരെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. സോ ഐ തിങ്ക് ആ ഒരു പോയിന്റിലാണ് അച്ഛനൊന്നും മെല്ലോ ഡൗൺ ആയതും. പിന്നെ ഞാൻ ഓരോരോ പാജൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അത് ജയിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനൊരു കോൺഫിഡൻസ് വന്നതും ഓക്കെ എന്റെ മോൾ അത് ലൈറ്റ്ലി അല്ല എടുക്കുന്നത്, ഇതൊരു സീരിയസ് പ്രൊഫഷൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. മലയാളമംഗ മത്സരത്തിന് ഇവിടെ വന്നതാണ് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. മിസ് വേൾഡിലേക്ക് പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യമായിട്ട് കേരളത്തിലെ തിരുവനന്തപുരത്ത് നടന്ന മലയാളി മംഗ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയായിരുന്നു. അതിൽ പ്രശസ്തമായ ഒരു വിജയം കൈവരിച്ചു. പിന്നീട് 2008 മിസ് വേൾഡിൽ റണ്ണറപ്പായി. നീണ്ട 7 വർഷം ഇപ്പോൾ ആ ഫീൽഡിൽ പിന്നിട്ടിട്ടുണ്ട്. ഇനി ഈ ഇത്രയും കാലം പിന്നിട്ട് നിൽക്കുന്ന പാർവതിക്ക് ഇനിയും ഭാവിയിൽ എന്താണ് പ്ലാൻ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇദ്ദേഹം പാർവതിയുടെ ആരായിട്ട് വരും? ഇത് അച്ഛന്റെ കസിൻ ബ്രദറാണ്, അച്ഛൻ ശശികുമാർ. ചുറ്റപ്പനും ചിറ്റയാണ് ആദ്യം ആ പേപ്പറിൽ ന്യൂസ് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, പാർവതി തീർച്ചയായിട്ടും പങ്കെടുക്കണം. ചിറ്റ ബാംഗ്ലൂരിലാണ് ജനിച്ചതും വളർന്നതും. ഷീസ് ഫ്രോം ബാംഗ്ലൂർ. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മലയാളം സംസാരിക്കാനും വായിക്കാനും പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പം മലയാളത്തോട് കുടുംബപരമായി വീക്ക്നെസ് ഉണ്ട്. അപ്പം ചിറ്റയും ഒത്തിരി എന്താ പറയുന്നത് എക്സൈറ്റഡ് ആയിട്ടാണ് എന്നെ അതിനു വേണ്ടിയിട്ടൊരു എന്താ പറയുന്നത് പ്രോത്സാഹനം നൽകിയത്. ആബ്സല്യൂട്ട്ലി. അതൊരു അത് മാത്രമല്ല, ഇപ്പോഴും ചിറ്റപ്പൻ എന്റെ ഫിലിംസ് കാണുമ്പോഴും എന്റെ ഓരോരോ ഇന്റർവ്യൂസ് കാണുമ്പോഴും ചിറ്റപ്പൻ എന്നെ വിളിച്ചു പറയും ഇത് പറഞ്ഞത് നല്ലായിരുന്നു, ഇങ്ങനെ പറയാമായിരുന്നു. അപ്പൊ എന്റെ ഫിലിം കണ്ടു കഴിഞ്ഞപ്പം ചിറ്റപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇറ്റ് വാസ് വെരി ഗുഡ്, ഇനിയും നിനക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും, പക്ഷെ ദിസ് വാസ് വെരി വെരി ഗുഡ് ഫോർ വാട്ട് യു ഡിഡ്. ഇതിനുശേഷം പാർവതിക്ക് ഒരു പക്ഷെ തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല. പെട്ടെന്ന് ഒരുപാട് അപ്രിസിയേഷൻ, അംഗീകാരങ്ങൾ. എനിക്ക് തോന്നുന്നു അതിനുശേഷം മിസ് നേവി ക്വീൻ ആയി അല്ലേ? നേവി ക്വീൻ കൊച്ചി, അത് കഴിഞ്ഞ് വൈസാഗ്, പിന്നെ മിസ് ഇന്ത്യ സൗത്ത്. ഒരു പക്ഷേ വളരെ ദ്രുതഗതിയിലുള്ള വളരെ സ്പീഡിലുള്ള ഒരു മൂവ്മെന്റ്. അപ്പോഴേക്കും യു ആർ റെക്കഗ്നൈസിംഗ്, യു ആർ ബിക്കമിങ് കോൺഫിഡന്റ്. ഇതെനിക്ക് പറ്റും. ഒരു പക്ഷേ ഐശ്വര്യ റായിക്കും സുഷ്മിത സെന്നൊക്കെ പറ്റുന്ന ഒരു പണി തന്നെയാണ് ഇത്. അവരെയൊക്കെ പിന്നെ മനസ്സിൽ സ്വപ്നം കണ്ടു തുടങ്ങിയായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ അവരുടെ ആ ഒരു എന്താ പറയുന്നത് അവരുടെ ആ ജയം 93 അവർ മിസ് യൂണിവേഴ്സ് ജയിക്കുന്നതും മിസ് വേൾഡ് ജയിക്കുന്നതും അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ആഗ്രഹം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് വന്ന ഒരു സമയം. സോ ദേ വർ മൈ ഇൻസ്പിറേഷൻ. എനിക്ക് തോന്നുന്നു സുഷ്മിത സെൻ അതുപോലെ ഐശ്വര്യ റായ് ഇവരുടെയൊക്കെ വിജയമാണ് ഒരുപക്ഷെ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത്. അതിലൊരുപാട് ആൾക്കാർ അതിലേക്ക് വന്നു. അതുവരെ അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിന്ന ആൾക്കാർ പോലും. പിന്നെ അവർക്കൊരു ഇന്റലിജൻസിന്റെ ഒരു തലവും കൂടി വേണം. ഒരു പക്ഷേ അവരുടെ ഡെലിവറി, സംസാരം, പ്രതിപാദനം, എലക്വൻസ്, ഇതൊക്കെ ഒരു പക്ഷേ ഈ ഒരു വിജയത്തിന് അനിവാര്യമായിട്ടൊരു ഘടകമാണെന്ന് തോന്നി.
പാർവതിയുടെ ഒരു പക്ഷേ പാർവതി ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും ഒരു വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് എനിക്ക് ഇവിടെയാണ് ഒരു പോരായ്മ. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ നേവി ക്യൂന്, കൊച്ചി, വൈസാഗ്, മിസ് സൗത്ത് ഇന്ത്യ ഇതൊക്കെ വന്നപ്പോൾ ഒരു മിസ് ഇന്ത്യയിലേക്കുള്ള പോക്കാണ്. പക്ഷെ എവിടെയാണ് എൻ്റെ ഒരു ബോട്ടിൽ നെക്ക്? മറ്റുള്ളവർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് എൻ്റെ ഒരു പോരായ്മ? യു മസ്റ്റ് ഹാവ് കോണ്ടംപ്ലേറ്റഡ് അല്ലേ? ഒരുപാട് വേണമെങ്കിൽ അപകടം ഇവിടെ എനിക്കൊരു വീക്ക്നെസ് ഉണ്ടോ? വാട്ട് വാസ് ഇറ്റ് യു തോട്ട് അബൌട്ട് ദാറ്റ്? അത് എനിക്ക് ആക്ച്വലി അതൊരു ഫീൽ ആയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിസ് വേൾഡിന് പോയ സമയത്താണ്. ബിക്കോസ് അതുവരെ എവറിഥിങ് വാസ് ഹാൻഡിൽ പ്രോപ്പർലി. അത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു എന്താ പറയുന്നത്, അത് ഈസി ആയിരുന്നു ടു ടാക്കിൾ ഇറ്റ് ആൻഡ് മൂവ് ത്രൂ. പക്ഷെ നമ്മൾ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പോകുമ്പം വെൻ ഐ വെന്റ് ഫോർ മിസ് വേൾഡ് 108 ഡിഫറെൻറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിയുമ്പോൾ you feel that our country has done nothing with reference to fashion, to promote fashion. Miss Indias എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന സമയത്ത് everybody is looking up to who is Miss India. എവിടെയാ മിസ് ഇന്ത്യ? എവിടെയാ മിസ് ഇന്ത്യയുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, മിസ് ഇന്ത്യ എങ്ങനെയാ കാണാൻ? they are very excited to know because we have produced the best looking beauties of the world. അപ്പം they always are looking up to it. പക്ഷേ അതിൻ്റെ ഒരു പ്രോത്സാഹനം ആ ഒരു ലെവൽ കഴിയുമ്പോൾ it's very less. നമ്മളുടെ ഇന്ത്യയിൽ നമ്മൾ പറയുന്ന ഒരു ഇത് മിസ് വേൾഡിന്റെ ക്രൗണിംഗ് സെറമണിയാണ്. ആ ക്രൗൺ വീണ സമയത്ത് ചൈന എന്നോട് പറഞ്ഞു, ദ ക്രൗൺ, ദിസ് ഇസ് നോട്ട് യുവർ ക്രൗൺ, യു ആർ സപ്പോസ് ടു വെയർ ദ മെയിൻ ക്രൗൺ എന്നോട് പറഞ്ഞു. കറക്റ്റ്. ഓക്കേ, ഒന്ന് ഫ്രീസ് ചെയ്യട്ടെ അവിടെ. യെസ് യെസ്. ഇവിടെയാണ് മിസ് വേൾഡിൽ യു ആർ ഗെറ്റിംഗ് ഫസ്റ്റ് റണ്ണർ അപ്പ്. പക്ഷെ ഇവിടെ പാർവതിയുടെ മുഖത്ത് എനിക്ക് വായിക്കാൻ പറ്റും ചാങ്കൊക്കെ പൊളിയുന്നൊരു വേദന. ഫേസിൽ സൂക്ഷിച്ചു നോക്കിയാൽ പുറമേക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു കളറല്ലാതെ തകർന്നു. അത് എന്താ പറയുന്ന ഒരു അഡീഷണൽ ഇതായിട്ട് എന്താ പറയുന്ന ഒരു അഡീഷണൽ പഞ്ചായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ക്രൗൺ എൻ്റെ തലയിൽ മിസ് ചൈന വാസ് പ്രിഡിസെസിങ് മീ. അപ്പം ആ മത്സരത്തില് മിസ് റഷ്യയാണ് ജയിച്ചത് അല്ലേ? പക്ഷെ എന്റെ തലയിൽ ആ ക്രൗൺ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ക്രൗൺ വീണപ്പം ഷീ സെഡ് ദിസ് ഇസ് നോട്ട് യുവർ ക്രൗൺ, യു ആർ സപ്പോസ് ടു വിൻ ദ ക്രൗൺ. മിസ് വേൾഡിന്റെ ക്രൗൺ ആണ് വേണ്ടത്. യെസ്. അപ്പൊ ഞാൻ ആ ഒരു സമയത്താണ് ഐ ജസ്റ്റ് കുഡന്റ് കൺട്രോൾ മൈ സെൽഫ്, ബട്ട് ഐ വാസ് ലുക്കിംഗ്. ഞാൻ എന്റെ അമ്മ എവിടെ, അച്ഛൻ എവിടെ ഇരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഐ സ്പോട്ടഡ് ദം. ഇല്ല, ആക്ച്വലി അമ്മ ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിന്നത്. അച്ഛൻ്റെ ഫേസിലെ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ആയെങ്കിലും അമ്മ എന്നോട് പറഞ്ഞു ദൂരെ നിന്ന് കരയരുതെന്ന് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളത് പാർവതിക്ക് അമിതമായ പ്രതീക്ഷയുണ്ടായിരുന്നു. ആബ്സല്യൂട്ട്ലി. അത് അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കോ കണ്ടസ്റ്റൻസും എൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ പേരൻസും സൗത്ത് ആഫ്രിക്കയിലുള്ള ലോക്കൽ ആൾക്കാരും വരെ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുമായിരുന്നു. ബിക്കോസ് എൻ്റെ പേര് ഫസ്റ്റ് റണ്ണേഴ്സ് അപ്പ് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ നോ വൺ റെസ്പോണ്ടഡ് ഇൻ ദ ക്രൗഡ്. ആരും ഒരു റെസ്പോൺസ് ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞ സമയത്ത് എനിക്ക് ആൻസർ പറയാൻ അവർ നൽകുന്നില്ലായിരുന്നു. ഒരു ലൈൻ പറഞ്ഞു കഴിയുമ്പോൾ കയ്യടിയായിരുന്നു. ആൻഡ് സോ ദാറ്റ്സ് ഹൗ ഐ കണ്ടിന്യൂഡ്. അതാണ് ലാസ്റ്റ് സ്റ്റേജ് അല്ലേ? ആബ്സല്യൂട്ട്ലി. ആ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു പക്ഷേ പാർവതിയെ മിസ് വേൾഡ് ആയിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം നെഞ്ചിലേറ്റി. അപ്പോൾ പാർവതി ആ പ്രതീക്ഷയിലാണ് യു ആർ ഗോയിങ് ടു ബി ക്രൗൺ മിസ് വേൾഡ്. കൂടെയുള്ള എല്ലാ ഈ പറഞ്ഞ രാജ്യങ്ങളുടെയും ഈ പറഞ്ഞ മിസ്സുമാരും സൗന്ദര്യ റാണികളും പാർവതിയെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അങ്ങനെ അതിൻ്റെ ഒരു ഇതിലാണ് പെട്ടെന്ന് ഈ പറഞ്ഞ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ള സംഭവം തലയ്ക്ക് ചുറ്റിയെ വെച്ച് അടിച്ചു. ആബ്സല്യൂട്ട്ലി. അതൊരു എന്താ പറയുക, ഞാൻ അവിടെ ഫിസിക്കലി പ്രസന്റ് ആയിരുന്നു, മെന്റലി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് ക്രൗണിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഐ വാസ് ട്രൈങ് ടു കൺട്രോൾ മൈ സെൽഫ്. പക്ഷെ ആ സമയം വെള്ളം വന്നോ? ഇല്ല, തടഞ്ഞു നിർത്തി. ആ സമയം വരെ ഇല്ലായിരുന്നു. ഐ ട്രൈ ടു കൺട്രോൾ. ആ സമയം വരെ ഞാൻ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുവായിരുന്നെങ്കിൽ അത് കരഞ്ഞില്ല ഞാൻ. പക്ഷെ കോറോണേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ കാണാമല്ലോ. അല്ല, ഇവിടെ തന്നെ ഞാൻ കാണുന്നുണ്ട്. അതായത് മുഖത്തിലുള്ള ഒരു വലിഞ്ഞു മുറുകാണ്. അതെ, കൺട്രോൾ ചെയ്യാണ്. അത് കോറോണേഷൻ കഴിഞ്ഞപ്പോൾ മിസ് റഷ്യ ഒരു കോർണറിലും ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു യു ആർ ആ മിസ് വേൾഡ്. ആ ഒരു സമയത്ത് ഐ ജസ്റ്റ് കുഡന്റ് കൺട്രോൾ. അന്നേരം ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു.
So that was ആ പൊട്ടിക്കരഞ്ഞ ചിത്രങ്ങൾ പലയിടത്തും വരികയും ചെയ്തു. അത് കാരണം വെച്ചാൽ ഒരുപക്ഷെ പാർവതിക്ക് അവിടം വരെ പിടിച്ചു നിർത്താനേ പറ്റുള്ളൂ. എല്ലാവരും വന്ന് ഹഗ് ചെയ്ത് ജെന്യുവനായിട്ട് നാച്ചുറലായിട്ട് കിട്ടേണ്ടിരുന്ന ഒരു ക്രൗൺ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ പലരും ഉപദേശിച്ചു, പാർവതി യു ഷുഡ് അപ്പീൽ അല്ലേ? അങ്ങനെ അപ്പീൽ എന്ന് പറഞ്ഞാൽ ആരും ഉപദേശിച്ചിട്ടില്ല. പിന്നെ അപ്പീലിനുള്ള വകുപ്പുണ്ടോ അവിടെ? ഇല്ല, അങ്ങനെ ഇല്ല. ജഡ്ജസ് ഡിസിഷൻ ഈസ് ഫൈനൽ. ഒന്ന് പരിപൂർണമായിട്ടൊക്കെ തകർന്നു പോകാം. രണ്ട് ഇല്ല, ഒരു നിശ്ചയത ഐ വോണ്ട് ഗിവ് അപ്പ്. പക്ഷെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ തകർന്നു. ആബ്സല്യൂട്ട്ലി. രണ്ടാമത്തെ സ്റ്റേജ് എപ്പോൾ ഡെവലപ്പ് ചെയ്തു? അത് കുറച്ച് സമയം എടുത്തു. അത് എനിക്ക് ഐ ടുക്ക് അബൌട്ട് a year and a half to come out of it. ഒറ്റ സെക്കൻഡ് വരട്ടെ. ലോകസുന്ദരി മത്സരം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നിനക്കൊരു 2 വരി ഉപദേശിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കൊല്ലം മന്ത്രായില്ലേ? വിജയനല്ലേ? അതെ, വിജയൻ. അദ്ദേഹം ഞങ്ങളുടെ ഒരു എന്താ പറയുക ഫാമിലി ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ഒരു അദ്ദേഹം 2 വരി ഉപദേശം തന്നിരുന്നു. അതെ, ഓർമ്മയുണ്ടോ പാർവതി? ഉണ്ട്. അത് ആക്ച്വലി ഞാനൊരു എന്റെ ലൈഫിൽ അത് ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പ്രിൻസിപ്പിളാണ്. എന്താ വിജയം പറഞ്ഞത്? കണ്ണ് വേണം ഇരുമുറും എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിലെന്നും കത്തിജ്വലിക്കും, ഉൾക്കണ്ണ് വേണം അടയാത്ത കണ്ണ്. ഒരുപക്ഷെ കാഴ്ച മാത്രം പോരാ, ഉൾക്കാഴ്ച വേണം. ഡിറ്റർമിനേഷൻ നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് വേണ്ട ആ ഒരു കാര്യമാണ്. ടു ബി ഏബിൾ ടു റീഡ് പീപ്പിൾസ് മൈൻഡ്സ്. അവരെന്താണ് അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അവരുടെ ഗെയിം പ്ലാൻ എന്താണ്. അബ്സല്യൂട്ട്ലി. അങ്ങനെ നിങ്ങൾ തിരിച്ചു വരുന്നു, വിമാനത്തിൽ തിരിച്ചു വരുന്നു. ഒരുപക്ഷെ ഒരു ശ്മശാന മൂകതയായിരിക്കും. അച്ഛൻ സംസാരിക്കുന്നില്ല, അമ്മ സംസാരിക്കുന്നില്ല, പാർവതി സംസാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അല്ലേ? ഒരു വാചകവും വേണ്ടിയില്ല. ഇല്ല, അങ്ങനല്ല. ഞങ്ങൾ അന്ന് വൈകിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ കുറെ കരഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടെ കൂട്ടിക്കരഞ്ഞു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ഹോട്ടലിൽ വരണ്ട. ഞങ്ങളുടെ അവിടെ തന്നെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. ഞാൻ താമസിച്ച ഹോട്ടലിൽ തന്നെ ജനറൽ മാനേജർ പോസ്റ്റിലുള്ള ഒരു മലയാളി ഒരു ചേട്ടനുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പോയിട്ടാണ് അമ്മ അച്ഛനും താമസിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കണ്ടുമുട്ടിയപ്പം ഇറ്റ് വാസ് ഓൾ ഫൈൻ. വി ഡി നോട്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അത് മറക്കാൻ എല്ലാവർക്കും അതറിയാം, അതാണ് മനസ്സിലുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടണ്ട. പക്ഷെ എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സ്വീകരണം എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിൽ നിന്നും, അതെ, ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഗേവ് മീ ദ കോൺഫിഡൻസ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ഒരുപക്ഷെ ഇതിനകത്ത് വേറൊരു സംഭവം വെച്ചാൽ ഈ ഒരു സംഭവത്തിന് പാർവതിയുടെ ആ പെർഫോമൻസ് കാണാനും അതിന്റെ ഫിനാലിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ അച്ഛൻ വരുന്ന സമയത്താണ് എനിക്കൊന്ന താജിന്റെ ഭീകരാക്രമണമൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ ആ സമയത്ത് ബാക്ക് യാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ പോയി. ഒരുപക്ഷെ യു ഗോട്ട് ഓവർ ഇറ്റ്. പക്ഷെ 1.5 വർഷം ഇറ്റ് വാസ് ആഗനൈസിങ് അല്ലേ? അതെ. ടു ഗെറ്റ് ബാക്ക് ടു ദ പ്രൊഫഷൻ, അത് മോഡലിംഗിൽ വന്ന സമയത്തും ഞാൻ മോഡലിംഗ് തുടങ്ങിയ സമയത്ത് ഐ വാസ് വർക്കിംഗ് വിത്ത് ദ ബെസ്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി. എല്ലാ ടോപ്പ് മോഡൽസിനെ കൂടെയാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത്. സോ ഇറ്റ് വാസ് ഒബ്വിയസ്ലി എ ഹൈ. പിന്നെ ഞാൻ ആ ഒരു 1.5 year ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരൊന്നും ഇല്ല. അവരെല്ലാവരും ഒന്നീ കല്യാണം കഴിച്ചു പോയി, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പ്രൊഫഷണലായി. സോ ഐ ഫെൽറ്റ് ലൈക്ക് എ ന്യൂ കമർ. ബിക്കോസ് അന്നേരം പുതിയ ഒരു there was a new batch of new wave of girls, models, professionals. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി എനിക്കൊരു എന്താ പറയുന്നത് ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു Absolutely. പാർവതി, അതായത് ജീവിതത്തിന്റെ ഈ പ്രയാണത്തിൽ പല ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കുന്ന പല ആൾക്കാരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നേരത്തെ അമ്മച്ചിയെ കാണിച്ചു, പിന്നീട് അച്ഛൻ, അമ്മ, പിങ്കി, അമ്മായി ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷെ ഈ ഒരു ക്രൂഷ്യൽ ജങ്ചറിൽ പലപ്പോഴും നമ്മുടെ വേവലെന്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം പലപ്പോഴും ഒരു പുഷ് തരുന്നു. അവിടെയാണ് ഒരു പ്രൊഫഷനിൽ ഏറ്റവും അനിവാര്യമായ ഘട്ടം. എന്താ കാരണം വെച്ചാൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പാർവതി എന്താണ് ചിന്തിക്കുന്നതെന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ആ ഒരു തലത്തിലുള്ള ആൾക്കാരാണ് ഒരുപക്ഷെ സഹായിക്കുന്നത്. Let me just try to bring one of your friends here. We have shared the same bench, same books, same food, and moreover the same experiences. Parvati is the closest friend I have till date, and I can count on her and vouch by her at any time, any hour in the day.
And professionally, we all know what she has achieved. She's one of the most dignified women I have come across to date. And she has achieved all her success, all her merits on her terms, keeping her self-respect and dignity intact. Thank you. Love you. This Pooja. is Pooja, your friend. Yes. Your School closest friend. Yeah. മുംബൈക്കാരിയാണ്. അതെ. ഞങ്ങള് സ്കൂളില് 8th സ്റ്റാൻഡ് മുതലാണ് എല്ലാ കുരുത്തക്കേടും ഒരുമിച്ച് ചെയ്തിട്ടുള്ളത്. ഇല്ല, ആക്ച്വലി അവൾ എന്റെ ഓൾട്ടർ ഈഗോ ആണ്. എന്റെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ്. ഞാനാണ് കുരുത്തക്കേട് കാണിക്കുന്നത്, അവളാണ് ഏറ്റവും സമാധാനപ്രിയ. എന്റെ എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നു. പക്ഷേ ഓൾ ഫോർ ദി ഓപ്പോസിറ്റ് റീസൺസ്. അവള് ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു, ഇന്റലിജന്റ്, പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാവം. ശബ്ദം തന്നെ ഇപ്പോഴാണ്, കോളേജിലായപ്പോഴാണ് ശബ്ദം. അതെ അതെ. ഇപ്പം ഷീസ് എ വെറ്റിനറി ഡോക്ടർ. ഇപ്പം എന്താ പറയുന്നത്, ചില പേഷ്യൻസിനൊക്കെ നമ്മള്. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന, അതായത് പാർവതിയുമായിട്ടുള്ള സഹവാസത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ മൃഗഡോക്ടറായ പൂജയ്ക്ക് ഒരു അനുഭവമായിരിക്കും. അബ്സല്യൂട്ട്ലി. അവളുടെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിരിക്കാൻ തോന്നും. ഞാൻ പറഞ്ഞതല്ല. എന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നെ ട്രീറ്റ് ചെയ്യാനും അവളുടെ മെഡിസിൻ ഇല്ലില്ല, ഞാനത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇല്ല, അങ്ങനെ അവൾക്ക് എക്സ്പീരിയൻസ് നമ്മൾ. എന്തായാലും ഞാൻ ഒരു ഉറപ്പായിട്ട് പറയട്ടെ, പൂജയോട് ചോദിച്ചോളൂ. പൂജ ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടികൾ ചികിത്സിക്കുമ്പോൾ പാർവതിയുടെ ആ ലക്ഷണം ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കാരും മരുന്ന് കൊടുക്കുന്നത്. അതിനുള്ള സാധ്യത ഉണ്ടെന്നും ചോദിക്കണം കേട്ടോ. ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ പൂജ എന്ന് ചോദിക്കണം. പാർവതി അതായത് പിന്നീട് രണ്ടാമത് ഈ പറഞ്ഞ 1.5 വർഷത്തെ ബ്രേക്കിന് ശേഷം ട്രിഗേർഡ്, പിന്നെ മോഡലിംഗിലേക്ക് വന്നു. അപ്പോഴേക്കും ലോകം ഒന്ന് മാറും. ഈ ലോകം എന്ന് പറഞ്ഞാല് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് മാറിക്കൊണ്ടിരിക്കും. ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ആണ് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ എന്തായാലും റീകൂപ്പ് ചെയ്തു, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് റണ്ണറപ്പ് എന്നുള്ള ഒരു പദവി എപ്പോഴും പാർവതിയെ സഹായിച്ചിട്ടുണ്ടാവും. അതൊരു വലിയൊരു ലോക്കോമോട്ടീവായിട്ട് നിൽക്കും. അബ്സല്യൂട്ട്ലി. പിന്നെ എനിക്ക് ഒരു സങ്കടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും ഒരു പ്രോത്സാഹനമോ അങ്ങനെ ഒന്നും നമ്മൾക്ക് വന്നിട്ടില്ല. പക്ഷെ ONV കുറുപ്പ് സാർ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. എനിക്കത് നല്ല ഇതായിട്ട് ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹം, ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന സമയത്താണ് അച്ഛൻ്റെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിച്ച് പറഞ്ഞ്, മോള് നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്, എനിക്ക് നല്ല അഭിമാനമുണ്ട് അതിൽ. അപ്പോൾ ദാറ്റ് വാസ് ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനം. എനിക്കൊരു പ്രോത്സാഹനം മാത്രമല്ല, എനിക്കൊരു എന്താ പറയുക സെക്കൻഡ് ലൈഫ് തന്നൊരു മൊമെൻ്റാണ്. പാർവതി അതായത് ഒരുപക്ഷെ ഞാൻ ഈ അംഗീകാരങ്ങളൊക്കെ വാങ്ങിയ സമയത്തും പാർവതി എത്രത്തോളം ഒരു മലയാളിയാണെന്നുള്ളൊരു തിരിച്ചറിവ് പലർക്കും ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഇപ്പം എനിക്ക് 100% ഉറപ്പുണ്ട്, പാർവതി ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോഴായിരിക്കാം വലിയൊരു ജനവിഭാഗത്തിന് അവരൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളിത്വവും ആ ഒരു സംസ്കാരവും ഭാഷയും ഉള്ള ഒരു കുട്ടിയാണിതെന്നുള്ളത് തിരിച്ചറിവുണ്ടാകുക. അപ്പൊ ആ ഒരു ഇന്റർവ്യൂസിൽ ആൾക്കാർ ചോദിക്കും, മലയാളത്തിൽ സംസാരിച്ച് കഴിയുവാണെങ്കിൽ ഫുൾ ഇന്റർവ്യൂ മലയാളത്തിലായിരിക്കും. എന്നിട്ടും പറയും, പാർവതിക്ക് മലയാളം അറിയാം അല്ലേ? അപ്പം ഞാൻ എന്താണ് ആൻസർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ONV സാറിനെ പോലുള്ള ഒരുപക്ഷെ 10 മന്ത്രിമാരെ കൂട്ടിയാലുണ്ടാകുന്ന ആ ശ്രേഷ്ഠതയേക്കാൾ വലിയ മഹാത്മ്യമുള്ള ഒരു വ്യക്തിയാണ് ONV സാർ. ONV സാറ് ഒരുപാട് നല്ല കവിതകളും പാട്ടുകളും എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ ONV സാറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പാർവതി ഒരു 2 ലൈൻ പാട്ട് പാടി കൊടുക്കട്ടെ? റൈറ്റ്, ഏതെങ്കിലും പാടി. സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാകും, എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ, ജഗദംബികേ മൂകാംബികേ. പാർവതിക്ക് എന്തായാലും ഇതുപോലെ മലയാളം നന്നായിട്ട് സ്ഫുടമായിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും മലയാള സിനിമയിലൊക്കെ പാർവതിയുടെ ടാലൻസും അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ ഉപയോഗപ്പെടുത്താൻ വഴിവെക്കേണ്ടതായിരുന്നു. നീണ്ടുപോയോ സ്റ്റേറ്റ്മെന്റ്? ഇല്ലില്ല, കറക്റ്റ് അല്ലേ? വളരെ കറക്റ്റ് ആണ്. കുറച്ചുകൂടെ ആഡ് ചെയ്യായിരുന്നു. ആ ഒരു അംഗീകാരം പക്ഷേ മലയാളം അല്ലെങ്കിൽ മലയാള സിനിമ, മലയാള സമൂഹം നൽകിയിട്ടില്ല എന്നുള്ളൊരു വിഷമം എവിടെ ഉണ്ടല്ലേ? അബ്സല്യൂട്ട്ലി ഉണ്ട്.
ഒരുപക്ഷെ ഇവള് മുംബൈയിൽ റാമ്പിൽ കിടന്ന് തിളങ്ങുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഫ്രെയിമിലൊന്നും ഒതുങ്ങുന്ന കുട്ടിയല്ല എന്നൊരു തെറ്റിദ്ധാരണ ചിലപ്പം നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാവും. തെറ്റിദ്ധാരണയല്ല, അതൊരു എനിക്ക് തോന്നുന്നൊരു ഇൻസെക്യൂരിറ്റിയോ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആയിരിക്കാം. ബിക്കോസ് കുറെ പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ കുറെ പേര് പറഞ്ഞിട്ട് അവൾക്ക് മലയാളം സംസാരിക്കാൻ അറിഞ്ഞൂടാ, അവൾക്ക് ഭയങ്കര ഹൈറ്റാ, അവൾ ഭയങ്കര മെലിഞ്ഞായിരിക്കുന്നത്, അവൾക്ക് മലയാളത്തിൽ നിന്ന് അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുന്നത് ഡിഫറെന്റ് അവരവരുടെ മനസ്സിൽ വരുന്ന ഒരു എന്താ പറയുന്നത് സെന്റൻസസ്, അല്ലെങ്കിൽ അവരവരുടെ മനസ്സിൽ വരുന്ന ഒരു തോന്നല് അവർ ആൾക്കാരോട് പറയാണ് ഇത് പാർവതിയാണ്, അല്ലെങ്കിൽ അവർ പറയും പാർവതിയെ മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ, നമ്മളോട് സംസാരിച്ചിട്ട് പോലും ഇല്ലായിരിക്കും. സോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാർ ഉണ്ടാക്കി. പാർവതി ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ മീൻ പിടിച്ച് മരം കയറിയിട്ട് നടന്നൊരു കുട്ടിയാണിതെന്നും ഈ പറഞ്ഞ മലയാളത്വം അല്ലെങ്കിൽ കേരളം എന്നുള്ളത് പാർവതിയുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തമാണെന്നും പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ശക്തമാകുമ്പോഴും കമ്മ്യൂണിക്കേഷൻ ബോട്ടിൽസ് വരും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇപ്പൊ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് വീട്ടിൽ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അമ്മ എന്തെങ്കിലും സംസാരിക്കും, ഞാൻ പറയാം ഒരു മിനിറ്റ് ഞാൻ ഈ മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കേട്ടാണ് നമുക്ക് സംസാരിക്കാം. അത് ഒരു നമ്മളുടെ ഒരു ജീവിതം അങ്ങനെ ആയിപ്പോയി. കമ്മ്യൂണിക്കേഷൻ ദ്രുതഗതിയിലായെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷന്റെ അളവിൽ ഒരുപാട് കുറവ് വന്നു, അല്ലെങ്കിൽ മാറ്റം വന്നിരിക്കുന്നു. എനിക്കൊന്ന് സിനിമയിലേക്കുള്ള വരവ് അല്പം വൈകിപ്പോയി. വൈകിയില്ല. എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ അച്ഛൻ്റെ അമ്മ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് അമ്മൂമ്മയ്ക്ക് പിക്ചർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പഴയ CID, അങ്ങനെ പഴയ ചെമ്മീൻ, അങ്ങനെയൊക്കെ പിക്ചർ ഞാൻ അമ്മൂമ്മയുടെ കൂടെ ഇരുന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം മുതലെല്ലാം. അതെ. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പിക്ചറിനോട് താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെല്ലാവരും മൂവി ബഫ്സ് ആണ്. എൻ്റെ ഒരു കസിൻ ബ്രദറും ക്യാമറ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്കൊരു എന്താ പറയുക അടുപ്പമുള്ള ഒരു ഫീൽഡാണ്. പക്ഷേ what I always wanted is to be a part of a good film. എനിക്ക് അങ്ങനെ ഒരു നല്ല ഫിലിം കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയിട്ടുള്ളത് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരുമ്പം ചിലപ്പം പിക്ചർ കേൾക്കാൻ നല്ല രസമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അത് നമ്മൾക്ക് അന്നേരമാണ് മനസ്സിലാവുന്നത് that it is not as we expected. അല്ല, ഞാനിപ്പോ സ്വന്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി ഒരു ചാൻസസ് പാർവതിക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ അത് എപ്പോഴെങ്കിലും വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താ കാരണം വെച്ചാൽ വേറൊരു ഗുണം പാർവതിയുടെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തുറന്ന് സമ്മതിക്കാനുള്ള മനസ്സ്. പാർവതി ഇങ്ങനെ എത്തിയത് തന്നെ ഒരുപക്ഷെ പാർവതിയുടെ ഇപ്പോൾ പാർവതിയുടെ 2 സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ അവിടെ വായിച്ചു. ഒന്ന് വളരെ കറക്റ്റാണ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന്, വേണമെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുമായിരുന്നു, പ്രൊവൈഡഡ് even I think I will quote that. എനിക്ക് മെമ്മറി പവർ ഉണ്ടോ നോക്കട്ടെ. I had 2 senior directors making direct suggestions. I refused. Correct. മലയാളത്തിൽ ഒരുപക്ഷെ ഡയറക്ടേഴ്സിന് സിനിമാതീതമായ വല്ല കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപാട് അവസരം കിട്ടിയാണ് തീർച്ചയായിട്ടും. ഐ തിങ്ക് സോ. ആൻഡ് അത് മാത്രമല്ല, ഇപ്പൊ റീസെന്റ് തന്നെ ഞാനൊരു പ്രൊഡ്യൂസറിനോട് സംസാരിച്ചപ്പോൾ ഒത്തിരി സംസാരിച്ചു. എന്തൊക്കെ ഫിലിംസ് ആണ് ചെയ്തത്, ഏതാണ് പുതിയ ഫിലിം, ഏതാണ് വരുന്നത്, വൈ ഡസ് ഹി വാണ്ട് ടു കാസ്റ്റ് മീ ഇൻ ദ ഫിലിം, അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ കൺക്ലൂഷൻ വാസ് പാർവതി ബോംബെയിൽ ജനിച്ച് വളർന്നെങ്കിലും മനസ്ഥിതി ഇപ്പോഴും നാട്ടുകാരിയുടെയാണ്, ഒരു നാട്ടുംപുറംകാരിയുടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാസ് മെയ്ഡ് മീ വാട്ട് ഐ ആം ആൻഡ് ഐ വിൽ നോട്ട് ചേഞ്ച് ഇറ്റ് ഫോർ എനിത്തിങ്. പിന്നെ അദ്ദേഹം വിളിച്ചിട്ടില്ല. ഒരു പ്രോളിഫിക് അല്പം ഫ്രീക്ക് ആയിട്ട് പെരുമാറിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരുപാട് അവസരം കിട്ടി. മേ ബി അതൊരു കുറവാണോ അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റിയാണോ? ഇല്ല, എന്നോട് അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നീ ചെയ്യുക, പക്ഷെ ഒരിക്കലും നെവർ ലെറ്റ് ഗോ ഓഫ് യുവർ ഡിഗ്നിറ്റി. ദാറ്റ് ഇസ് സംതിങ് വിച്ച് അച്ഛനോട് ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആത്മാഭിമാനവും അന്തസ്സും കളഞ്ഞു കുടിക്കാൻ പാടില്ല. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ ഐ ഫീൽ ഐ ക്യാൻ സ്ലീപ്പ് ഇൻ ഫ്ലാറ്റ് 3 seconds. ഞാൻ എവിടെ ഇരിക്കുവാണെങ്കിലും ഐ ക്യാൻ സ്ലീപ്പ് പീസ്ഫുള്ളി. ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഗിഫ്റ്റ് വിച്ച് ഐ ഹാവ് ഗോട്ട്
and I will not let go of that. പക്ഷെ പാർവതി ഈ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഭയങ്കരമായ, ഞാനത് സിനിമാ ലോകത്തെ കുറ്റപ്പെടുത്തല്ല, ഒരു പക്ഷേ ഗ്ലാമറിന്റെ എല്ലാ ലോകങ്ങളും ഒരുപാട് ഇതുപോലെയാണ്. അതായത് ഈ പറഞ്ഞ എക്സ്ട്രാ മാരിറ്റൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നടികളെ ഇങ്ങനെ രീതിയിൽ ഉപയോഗിക്കുക, ദുരുപയോഗിക്കുക, അങ്ങനെ പലർക്കും ഒരുപക്ഷെ ഈ ബോളിവുഡിലെ പല സിനിമകൾ തന്നെ ആ സിനിമകൾ തന്നെ ഇതിന്റെ ഈ ഒരു പ്രത്യേക റിഫ്ലക്ഷനാണ്. ഈ പ്രത്യേകതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, എങ്ങനെയാണ് നടികളെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് പാർവതിയെ പോലുള്ള ആൾക്കാരെ പലരും പല രീതിയിൽ സമീപിച്ചിട്ടുണ്ടാവും. ഇപ്പൊ 2 ഡയറക്ടേഴ്സിന്റെ അതൊക്കെ ഹിന്ദി ഡയറക്ടേഴ്സാണ്, ഹിന്ദിയിലാണ്. എന്താ കാരണം അതൊക്കെ ഒരു പക്ഷേ ആ ഒരു ഇൻഡസ്ട്രിയുടെ അവിഭാജ്യ ഘടകം പോലെ കരുതുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ യു കാണ്ട് ജസ്റ്റ് ബ്ലെയിം ദ മെൻ. ആണുങ്ങളെ മാത്രം നമ്മൾക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഓൾവേസ് അങ്ങനെ വഴങ്ങി കൊടുക്കുന്നവരെയും ബ്ലെയിം ചെയ്യണം. Absolutely. And I think അത് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നും തെറ്റുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫ്ലറിഷ് ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ it's reached a stage where people have started openly talking about it. So I think അതൊരു ഞാനൊരു തെറ്റായിട്ട് പറയുന്നില്ല. I don't blame people who do it. പക്ഷേ പാർവതി ഇത് പങ്കുവെക്കുന്നില്ല. ഇല്ല, I won't be a part of it. വ്യക്തമായി പാർവതി. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന്, ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, എപ്പോഴെങ്കിലും ഒന്ന് വെൻ യു സിറ്റ് ബാക്ക് ഒന്ന് ഒപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇൻഡസ്ട്രിയിൽ ഒരു ക്യൂനായിട്ട് മാറാൻ ഒരു അവസരം ഉണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഷുഡ് ഐ ഹാവ് ഡൺ ദാറ്റ്? പക്ഷേ ദി ആൻസർ ഇസ് ഓൾവേസ് നോ. ചിന്തിച്ചിരുന്നു? യെസ്. ബട്ട് ഞാൻ അത് ചെയ്യണമായിരുന്നു എന്നല്ല ചിന്തിച്ചിരുന്നേ. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ കോൺസിക്വൻസസ്? ആ സിനിമ കണ്ടപ്പോൾ, ആ നടിയെ കണ്ടപ്പോൾ ഈ നടിക്ക് പകരം ഞാനായിരുന്നു ഈ സിനിമയിൽ വരേണ്ടിയിരുന്നത്, ഒന്ന് വഴങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു. ഒരു ദിവസം ചിന്തിച്ചില്ല. ഒരു ദിവസം ഒരാളുടെ കൂടെ കിടക്ക പങ്കിട്ടിരുന്നെങ്കിൽ എനിക്ക് ആ അവസരം കിട്ടുമായിരുന്നു. പക്ഷേ യു ആർ ഫോർത്രൈറ്റ്. ഒരു കാരണവശാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പാർവതിക്ക് ഒരു കൈയടി കൊടുക്കുക നമുക്ക്. പാർവതി, at the end of the day ഇതുപോലുള്ള ഇന്റഗ്രിറ്റികളാണ് ഇപ്പോഴും. Absolutely. അത് എന്താ പറയുന്നത്, I want, and that is the reason why I'm sticking by in this profession, because എനിക്കൊരു എക്സാമ്പിൾ ആയി മാറണം. I want to be an example for the young generation, because I know so many youngsters who want to be film stars, who want to get into modeling, who want to be a part of the glamour industry. So I want to be an example for them, that you can make a name for yourself, you can be famous with your integrity, without compromising. Yes, absolutely. യാതൊരു സന്ധിചെയ്യലും ഇല്ലാതെ തന്നെ നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ ഈ മേഖലയിൽ തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഐ ഹാവ് ദാറ്റ്. അത് മാത്രമല്ല, എൻ്റെ ഇന്ററാക്ഷൻസിൽ നിന്നും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ആ വ്യക്തിയുടെ എന്താ പറയുന്ന ഒരു എത്ര പേര് മോശമാണെങ്കിലും നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അങ്ങനെ ആയിരിക്കും അവിടുന്ന് റെസ്പോണ്ട്. സോ യു ഗിവ് റെസ്പെക്ട്, യു വിൽ ഗെറ്റ് റെസ്പെക്ട്. രണ്ട് കൈ കൂടെ കൂട്ടിയാൽ മാത്രമേ ശബ്ദം വരുള്ളൂ. പാർവതിയുടെ രംഗപ്രവേശനം ഹിന്ദിയിലായിരുന്നു. അതെ. പക്ഷെ അത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇല്ല. യുണൈറ്റഡ് 6 അല്ലേ? യുണൈറ്റഡ് 6. ഓക്കെ. പ്രതീക്ഷിച്ചൊരു എനിക്ക് തോന്നുന്നു പാർവതി പലപ്പോഴും സിനിമയേക്കാൾ മാർക്കറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും പ്രൊമോഷനാണ്. തീർച്ചയായിട്ടും ഇറ്റ് നീഡ്സ് ടു, ഒരു പുതിയ ഫിലിം, എസ്പെഷ്യലി ഒരു പുതിയ ഫിലിം വിത്ത് എ ന്യൂ കാസ്റ്റ്, അങ്ങനെ ഒരു ഫിലിം എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു റീച്ച് കൂടുതലായിരിക്കണം. ബിക്കോസ് ഇപ്പോൾ ഒരു നോൺ ഫേസ്, ഇപ്പോൾ ഒരു സൽമാൻ ഖാന്റെ ഫിലിം അല്ലെങ്കിൽ ഷാറുഖ് ഖാന്റെ ഫിലിം ആണെങ്കിൽ യു ഡോണ്ട് നീഡ് സോ മച്ച് പബ്ലിസിറ്റി, ബിക്കോസ് അവരുടെ their name sells. Salman Khan fans will go and watch the film irrespective of what the film is. ഞാൻ പോയി കാണും. I'm a big Salman fan. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാറൂഖിനെ മറ്റേ അമീർ ഖാനെ ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞത്, ഇഷ്ടപ്പെടുന്നേക്കാളും കൂടുതൽ സൽമാൻ ഖാൻ ഇഷ്ടം. അതെ, he has muscle അല്ല, I think he has a style for himself. He has a എന്താ പറയുക, ഡയലോഗ് റെൻഡർ ചെയ്യുന്നതിന്റെ മാത്രമല്ല, he can make any outfit look good because of his I don't care attitude. അത് I don't know him professionally or personally, but that is something which appeals to me as a viewer. തമിഴ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പാർവതി തേടിയെത്തി. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ആ പാട്ട് മനസ്സിലേക്ക് വരുന്നുണ്ടോ? എന്റെ ഫേവറേറ്റ് സോങ് ആണ്. ഇതയം ഇതയം ഇന്നും ഇത്തനെ ഇൻപങ്ങൾ താങ്ങിടുമോ, ഇതയം ഇതയം ഇന്നും ഇത്തനെ ജന്മങ്ങൾ താങ്ങിടുമോ.
ஆசை கூந்திலில் மாட்டிக்கொண்டு இது தட்டழுத்து துடிக்கிறதே காயம் யாவையும் தேட்டிக் கொண்டு இது மறுபடியும் நினைக்கிறதே உள்ளே தொழிக்கும் சிறை இதயம். ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബ്രേക്ക്. അജിത്തിന്റെ കൂടെ ഒരു വലിയൊരു അവസരം കിട്ടും, പക്ഷെ പടം വേണ്ടത്ര അങ്ങോട്ട് വിജയിച്ചില്ല. യെസ്, സൗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിയലൈസ് ചെയ്തൊരു ലെസൺ അഗൈൻ വാസ് if the movie does well, it is because of the actor. If it doesn't do well, it is because of the actress. So unfortunately it did not work, but what an experience. Ajit sir node abhinayikkan kittiya oru chance was fabulous, and he's such a down to earth person. So I think in industry there are good people, and I have come across one. So yeah. കുഴപ്പമില്ല. ഒരുപക്ഷെ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ മലയാളത്തിലും പിന്നെ പാർവതിയെ വേട്ടയാടി. ഞാൻ വേണമെങ്കിൽ സിനിമയുടെ ക്ലിപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ് us see. വലിയ കാസ്റ്റൊക്കെ ആയിരുന്നു ഓഫർ ചെയ്യപ്പെട്ടത് അല്ലേ? Absolutely. എന്താ സംഭവിച്ച അവസാനം? ഞാൻ സൈൻ ചെയ്തപ്പം ആര്യാണ് അത് ചെയ്യാനിരുന്നത്. ഓപ്പോസിറ്റ്. അതെ, എന്റെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ whom I could have checked with if Arya is doing the film. ഞാനത് ചെയ്തില്ല. ആൻഡ് പിക്ചർ തുടങ്ങിക്കഴിഞ്ഞാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ പിക്ചർ വിട്ട് വന്നു തിരിച്ച്. പിന്നെ അവർ കുറേ യുനോ അപ്പോളജീസ് ഒക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാവമാണ്. അപ്പം അമ്മ പറഞ്ഞു മോൻ അത് പോയി തീർക്കണം ഫിലിം. ആൻഡ് ദെൻ ഐ തോട്ട് ഒരു ഫിലിമിൻ്റെ പുറകിൽ ഞാൻ 3-4 ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ്ഡ് ഫിലിമിൻ്റെ മുമ്പിൽ കാണുന്ന മാത്രമല്ല ആക്ച്വലി വർക്കേഴ്സ്. നമ്മളുടെ ഫിലിമിന്റെ ഒരു സെറ്റിൽ 100-150 പേര്. അബ്സല്യൂട്ട്ലി. അപ്പൊ അവരുടെ ഒരു ഫാമിലിയെ കുറിച്ച് ഓർത്തിട്ടാണ് ഐ വെന്റ് ബാക്ക്, ഐ ഫിനിഷ് ദ ഫിലിം ആൻഡ് ദെൻ ഐ ഹാവ് നോട്ട് ലുക്ക് ബാക്ക്. ഹായ് പാർവതി ഓർക്കുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ തവണ കാണാൻ വന്നത്? പാർവതി ലാക്മേ ആ ഷോയുടെ ഭയങ്കര തിരക്കിലായിരുന്നു ആൻഡ് ബോംബെയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് ഇപ്പോൾ പ്രിയങ്ക ചോപ്രയൊക്കെ പോലെ കേരളത്തിൽ വേരുകൾ ഉണ്ടെങ്കിൽ പോലും കേരളത്തെക്കുറിച്ച് അധികം അറിയാത്ത ഒരു പക്ക ഗ്ലാമർ അങ്ങനെ നിൽക്കുന്ന ഒരു മോഡലിനെ ആയിരിക്കും ഞാൻ കാണുക എന്നാണ്. പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോഴോ പാർവതി ഇവിടെ പൂർണ്ണമായി വളർന്ന കുട്ടികളെ പോലെ ഇവിടുത്തെ ഉത്സവങ്ങൾ, വിഷു, കണ്ണിമാങ്ങ ഒടിച്ച് ദേഹത്തൊക്കെ അതിൻ്റെ ചോന പറ്റുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഒട്ടും തോന്നിയില്ല ഒരു ചങ്ങനാശ്ശേരി വളർന്ന ഒരു സാധാരണ മലയാള കുട്ടിയോടല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരുമാതിരി മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണ കേൾക്കുമ്പോലെ ഉണ്ട് പാർവതി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. അങ്ങനെ സംസാരിച്ചിരുന്നിരുന്ന് പക്ഷെ അത് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ പാർവതി പെട്ടെന്ന് പക്ക മറാഠി കുട്ടിയായി. ഒരുപക്ഷെ ഒരു പാതി മറാഠി ബ്ലഡ് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കത് നന്നായി മനസ്സിലായി. പൊതുവെ ഭയങ്കര ബോൾഡായിട്ട് എടുത്തടിച്ച പോലെ വർത്താനം പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് ഒരു കഥയുണ്ടല്ലോ പാർവതി, നല്ല അടി കൊടുക്കുന്ന ഒരു കഥ, അതൊന്ന് പറയോ എനിക്കായിട്ട്? അതൊക്കെ ഗീത പറഞ്ഞു കഴിഞ്ഞ ഗീത വേറെ അടിയുണ്ടാ? ഇല്ല, കുറെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അമ്മ അച്ഛൻ പറഞ്ഞ അടി. ഇനി ഒരുപാട് അടികളുണ്ട്. ഒരുപക്ഷെ അടികളൊക്കെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. ഇല്ല, പ്രൊഫഷണലി ആക്ച്വലി ഞാൻ ആരോടും അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടില്ല. ആൻഡ് പ്രൊഫഷണലി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ആങ്കറിനെ കൺട്രോൾ ചെയ്ത് മെല്ലോ ഡൗൺ ആയ. എനിക്ക് ഒരു രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പാർവതിയുടെ കണ്ടു ഞാൻ വേറെ വായിച്ചപ്പോഴാണ്. അതായത് മോഡലിംഗ് ആണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ, സുരക്ഷിതത്വം. എന്ന കാരണം വെച്ചാൽ മോഡലിംഗിലുള്ള ഡിസൈനേഴ്സ് എല്ലാം ഗേസ് ആണ്. That is not a bad thing. It's a good thing. See, it's a choice. Actually, it's a genetical thing. Yeah. It's a biological thing. അത് ഒരുപക്ഷെ ഗേ റൈറ്റ്സ് ഒക്കെ അംഗീകരിക്കുന്ന ഒരു ലോകത്തിലേക്ക് വരുവാണ്. അതായത് സ്വർഗരതിക്കാരായിട്ടുള്ള ആണുങ്ങളാണ് പലപ്പോഴും ഡിസൈനിങ് രംഗത്തുള്ളവർ ഉള്ളതുകൊണ്ട് മോഡലിംഗിൽ കുറച്ചും കൂടി സുരക്ഷ എനിക്കുണ്ട്, സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടെന്നുള്ള പാർവതി സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് വളരെ പാൽപ്പുൾ കാൻഡിഡ് ആയിട്ടൊരു എക്സ്പ്രഷൻ ആണ് ആക്ച്വലി. അതെ, കാരണം ഇറ്റ് ഇസ് എ ഫാക്ട് ബിക്കോസ് ഞാൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു ദാറ്റ് യുനോ ഫിലിം ഇൻഡസ്ട്രി ഈസ് ഫോർ വിമൻ ലൈക്ക് modeling industry is for men. It is very difficult for them to make a mark and to be a part of it. So I think every industry has. സിനിമാ വ്യവസായത്തിൽ സ്ത്രീകളെ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധിയും മറ്റേ മോഡലിംഗ് രംഗത്ത് ആണുങ്ങൾ നേരിടുന്നു അല്ലേ? അതിന്റെ ഒരു കറക്റ്റ് അല്ലേ പറഞ്ഞു? ഈ പ്രതിസന്ധി ഉണ്ട്. സ്വാഭാവികമായിട്ടും പാർവതിയുടെ ജീവിതം എന്ന് പറയുന്നത് പാർവതി തീരുമാനിക്കുന്നതാണ്.
ആബ്സല്യൂട്ട്ലി. ഈ പറഞ്ഞ ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എവിടെയോ പാർവതിക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ പാർവതിയുടെ അവയവങ്ങളൊക്കെ പ്രതീക്ഷിച്ച ആൾക്കാർ ഒരുപാട് പേര് ഇനി പുതുതലമുറയിലുള്ള ആൾക്കാരുണ്ടാവും. ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് സമർപ്പിച്ചോ? ഈ ബർത്ത്ഡേയിൽ that was the most special thing that I did, organ donation. And എൻ്റെ എന്താ പറയാ, എനിക്ക് കൂടുതലൊരു എന്താ പറയുന്ന ഒരു സന്തോഷം തോന്നിയ ഒരു നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛനും ബ്രദറും അതിൽ പങ്കെടുത്തു. പിന്നെ പിങ്കി ചേച്ചി ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. പിങ്കി ചേച്ചിയും അതിന് വേണ്ടിയിട്ട് വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഐ ഹാവ് ക്രിയേറ്റഡ് ദാറ്റ് ഡിഫറൻസ്. എന്തായാലും ഒരു കോസിന് വേണ്ടിയിട്ട് പാർവതി. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ ലോകം വിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ അവയവങ്ങൾ യൂസ് ചെയ്ത് വേറൊരാൾക്ക് ഒരു ജീവന്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കാൻ കഴിയുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ബിഗ് തിങ്. വലിയ ദൈവികമാണ്. എന്താ കാരണം വെച്ചാൽ ഇൻവേർട്ടർ കോമ ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണേ, ഒരു ഡിവൈൻ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രമാണ് മനുഷ്യൻ ശ്രമിക്കാറ്. പക്ഷെ ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുമ്പോഴാണ് അത് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരട്ടെ, ഒരു പക്ഷേ പാർവതിക്ക് ജീവൻ നൽകിയ ഒരാളെ ഇപ്പൊ കൊണ്ടുവരട്ടെ. പാർവതി, എനിക്ക് പ്രത്യേകിച്ച് നിന്നോട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനില്ല. പിന്നെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് എന്താണെന്ന് എനിക്കറിയാം. അതിന് തൽക്കാലം ഇപ്പം എന്നോട് നീ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ചോദിക്കാതെ ചോദിക്കാതെ മലയാളികളുടെ വലിയൊരു തട്ടിപ്പാണ്. എന്താ കാരണം വെച്ചാൽ പാർവതി, എന്താ കാരണം വെച്ചാൽ ഒരു പക്ഷെ അദ്ദേഹം JB ജംഗ്ഷൻ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊന്നും പറയാത്ത പല കാര്യങ്ങളും ഈ ഷോയിൽ വന്ന ആൾക്കാർ പറയാറുണ്ട്. അച്ഛൻ ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചതൊരു കടങ്കഥ പോലെ ഞാൻ കണ്ടെങ്കിൽ പോലും അത് വളരെ ലളിതമാണ്. പാർവതി, നീ എന്നാടി കല്യാണം കഴിക്കും? അതെ, എന്നൊരു ചെറുക്കനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഇതാണ് മൂപ്പർ ചോദിച്ചത്. എന്നാ മറുപടി? സമയമായിട്ടില്ല, സമയമാകുമ്പോ കല്യാണം കഴിക്കും. പക്ഷെ ഇപ്പം പാർവതി സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ? ഇല്ല. ഒരുപാട് പേർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഞാൻ ആശ്ചര്യപ്പെട്ടെങ്കിൽ പോലും ഒരുപാട് ചെറുപ്പക്കാർ ഒരുപക്ഷെ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുകയും എന്നാൽ എങ്ങനെ ചോദിക്കണമെന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ പാവപ്പെട്ടവർ ഇത് ചോദിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ഉത്തരം കൊടുക്കുന്നത്. പാർവതി ഒരു തരത്തിലൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുകയാണ്. യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ പരിചയപ്പെട്ടാൽ ജീവിതത്തിലേക്ക് പങ്കാളിയായി ക്ഷണിക്കും. സത്യമാണല്ലോ പറഞ്ഞത്. ഇനി അഥവാ അങ്ങനെ ചെറുപ്പക്കാരൻ വരികയും വേറൊരുത്തും കയറി അവരുടെ പെടലേക്ക് അടിക്കുകയും ചെയ്യോ? അത് പറയാൻ പറ്റത്തില്ല. എനിക്കറിയാതെ ആൾക്കാരുണ്ടോന്ന് എനിക്ക് അറിയില്ല. അടി എപ്പം വേണമെങ്കിലും എന്തായാലും നിശബ്ദരായിട്ട് പ്രണയിക്കുന്ന ആൾക്കാർക്ക് ധൈര്യപൂർവ്വം ഇനി പാർവതിയുടെ ജീവിതത്തിലേക്ക് വരാം. പക്ഷെ ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ആ കഴിക്കുന്നവന്റെ കാര്യം കട്ടപ്പുകയാവോ? വല്ല ചായ വല്ലതും വെക്കാൻ അറിയാം? എനിക്ക് നന്നായിട്ട് അറിയാം. ശരിക്കും? എന്താ ഉണ്ടാക്കുക? എല്ലാം ഉണ്ടാക്കും. ബിരിയാണി, നാടൻ വിഭവങ്ങൾ എല്ലാം ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ഉണ്ണിയപ്പം, നെയ്യപ്പം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അവിയല്, സാമ്പാർ, തോരൻ, ഓലൻ, കളൻ എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ഒരു സംഭവം തന്നെയല്ലേ? അമ്മയുടെ കൂടെ നിന്ന് പഠിച്ചതാണ്. കിച്ചണിൽ നിന്ന്. അമ്മയ്ക്കാണോ നന്നായിട്ട് അറിയാവുന്ന? പാർവതിക്കാണ്? ഇല്ല, ഞങ്ങൾ അമ്മയാണ് ഉണ്ടാക്കുന്നത്. നല്ല ഏതെങ്കിലും ഒരു വിഭവത്തിൽ അമ്മയേക്കാൾ മുൻപന്തി നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ കോമ്പറ്റീഷൻ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് കോണ്ടിനെന്റൽ ആഹാരങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ താല്പര്യമുണ്ട്. അമ്മയ്ക്ക് നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ. ഈ ഇറ്റാലിയൻ, സ്പാനിഷ് എന്നൊക്കെ പറഞ്ഞ പുതിയ പുതിയ വിഭവങ്ങൾ ഇപ്പൊ മുംബൈയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്? യെസ്. അതെനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷെ കിട്ടുമ്പോ ഒക്കെ ഞാൻ ട്രൈ ചെയ്യാം. എന്തായാലും പാർവതിയുടെ ജീവിതത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരൻ എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാനാണ്. ഈ പറഞ്ഞതുപോലെ നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ട്. ഇത്രയും നേരം പാർവതി എന്റെ മനസ്സ് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വയറിളക്കുന്ന മരുന്ന് മനത്തിട്ട് ഒരു ഭീഷണിയാണ്. ഏതെങ്കിലും ഒരു വാർണിംഗ് നടക്കട്ടെ. ഇനിയും പാർവതിയുടെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായ ശേഷം JB ജംഗ്ഷനിൽ ഇതുപോലെ ഈ സോഫയിലിരുത്തി ആ കാര്യങ്ങൾ കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉണ്ടാകണം. ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ JB ജംഗ്ഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.